everyone, welcome to Venus in the Learning class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ പുതിയ വാക്കുകളാണ് കേട്ടോ. ഒരു 10-25 ന്യൂ വേർഡ്സ് ആണ്. അപ്പോൾ ലട്ടക്കന, ബട്ടക്കന, അട്ടക്കന എന്നൊക്കെയുള്ള കുറേ വാക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുമെങ്കിലും എല്ലാത്തിനും വേറെ വേറെ അർത്ഥങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ ഇന്ന്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡിസിഷൻ എന്ന വാക്കിന് ഇപ്പൊ നമ്മൾ പറയത്തില്ലയോ, ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറയത്തില്ലയോ. അപ്പൊ ആ തീരുമാനം എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് ഫൈസല എന്നാണ്. ഫൈസല, ഏ മെറാ ഫൈസല ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഡിസിഷനാണ് അല്ലേ, ഇത് എൻ്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലോ ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ, ഇറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ, ഇതെൻ്റെ ലാസ്റ്റ് ഡിസിഷനാണ്, ലാസ്റ്റ് തീരുമാനമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെയാ, ഏ മേര ആഖ്രി ഫൈസല ഹേ. ആഖ്രി എന്നുള്ള വാക്ക് ഫൈനൽ, അന്തിം എന്ന് പറഞ്ഞാലും മതി കേട്ടോ. അന്തിം എന്ന് പറഞ്ഞാലും ആ ലാസ്റ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ്. എന്നാൽ ഇത് പഠിച്ചു വെച്ചോ, ആഖ്രി കേട്ടോ. ലാസ്റ്റ് അല്ലെങ്കിൽ അവസാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ഇതൊരു ക്ലാസ്സിൽ, ആഖ്രി എന്നുള്ള വാക്ക് അല്ലേ. ഓക്കെ, ഏ മേര ആഖ്രി ഫൈസല ഹേ, ഇതെന്റെ അവസാന തീരുമാനമാണ് കേട്ടോ. ഇനി ഇവിടെ ഡിസിഷൻ എന്നുള്ളൊരു വാക്കല്ലാതെ, തീരുമാനം എന്നുള്ള ഒരു അർത്ഥമല്ലാതെ ജഡ്ജ്മെന്റ്, വിധി എന്നുള്ള അർത്ഥത്തിലും ഫൈസല വരുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഫൈസല ഉസ്കെ ഖിലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി അവനെതിരാണ് എന്ന് പറയുന്നതാണ്. ഫൈസല ഉസ്കെ ഖിലാഫ്. ഇവിടെ ഒരു വാക്കുണ്ട് ഖിലാഫ്. ഖിലാഫ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് എന്നുള്ള അർത്ഥം കേട്ടോ. ഖിലാഫ്, അതാണ് നമ്മുടെ അടുത്ത പുതിയ വേർഡ് കേട്ടോ. ഖിലാഫ്. ഖിലാഫ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ്, അവനെതിരെ എതിര് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് ആ കേസിന്റെ തെളിവ് അവനെതിരാണ്, ആ കേസിന്റെ തെളിവ് അവനെതിരാണ്. ഉസ് മാമലേക്ക സബൂത്ത്, ഉസ് മാമലേക്ക സബൂത്ത്. സബൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തെളിവ്. ഓക്കെ, ഉസ് മാമലേക്ക സബൂത്ത് ഉസ്കെ ഖിലാഫെ, അവനെതിരാണ്, ആ കേസിന്റെ തെളിവ് അവന് എതിരാണ് എന്ന് പറയുന്ന കേട്ടോ. ഉസ് മാമലേക്ക സബൂത്ത് ഉസ്കെ ഖിലാഫെ, അതാണ് ഖിലാഫ് എന്ന് പറയുന്നത്, എഗെയിൻസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ നല്ല തിക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ മറ്റാരെങ്കിലും നമ്മളുടെ ഇടയിൽ കിടന്ന് കളിക്കുവാണ്, നമ്മളെ എതിരാക്കാൻ ശ്രമിക്കുവാണ്, ശത്രുക്കളാകാൻ ശ്രമിക്കുവാണ് എന്നാണെങ്കിൽ വോ ഹം ദോനോംകോ, അവൻ നമ്മളെ രണ്ടുപേരെയും എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഹം ദോനോംകോ ഏക് ദൂസരോക്കെ ഖിലാഫ് കർണ ചാഹത്താ ഹെ. എന്താണ് ഏക് ദൂസരോക്കെ ഖിലാഫ് കർണ ചാഹത്താ ഹെ? രണ്ടുപേരുടെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്, ഖിലാഫ് കർണ, ഒരാൾ മറ്റൊരാളോട് എഗെയിൻസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ. വോ ഹം ദോനോംകോ ഏക് ദൂസരേക്ക് ഖിലാഫ് കർണ ചാഹത്താ ഹെ. ക്ലിയർ ആയോ? അതാണ് ഖിലാഫ് എന്ന് പറയുന്ന വാക്ക് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫൈസല പറഞ്ഞു അല്ലെ, ഡിസിഷൻ. അതല്ലാതെ ഫസ്ന എന്നൊരു വാക്കുണ്ട് കേട്ടോ. ഫസ്ന എന്ന് പറയുന്നത് നമ്മൾ സ്റ്റക്ക് ആവാന്ന് പറയില്ലേ, പെട്ടുപോവുക അല്ലെങ്കിൽ അകപ്പെട്ടു പോവുക എന്നൊക്കെ പറയുന്നതാണ്. മേ ഫസ് ഗയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മേ ഫസ് ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയി എന്നുള്ളതാണ്. മേ ഫസ് ഗയ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ പട്ടം പറപ്പിക്കത്തില്ലയോ, മക്കൾ പട്ടം പറപ്പിക്കുമ്പോ പറയും അല്ലെ, എൻ്റെ പട്ടം മരത്തിൽ കുടുങ്ങിപ്പോവുക, മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെയാ പറയണ്ടേ, എൻ്റെ പട്ടം എന്ന് പറഞ്ഞാൽ മെരി പതങ്ക്. പതങ്ക് ഒരു സ്ത്രീലിംഗ വാക്കാണ്, നിങ്ങൾ അത്രയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മെരി പതങ്ക് എവിടെയാണ്, പേടുമേ ഫസ് ഗയി. പതങ്ക് സ്ത്രീലിംഗാണല്ലോ, അതുകൊണ്ടാണ് അവിടെ ഗയി പറഞ്ഞത് കേട്ടോ. മെരി പതങ്ക് പേടുമേ ഫസ് ഗയി, എൻ്റെ പട്ടം എവിടെയാണ്, മരത്തിൽ കുടുങ്ങി എന്ന് പറയുന്നതാണ്. ഇനി അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുമ്പോൾ നമ്മൾ പറയാണ് എന്തെന്ന്, ഇനിയിപ്പോ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയത്തില്ലയോ. മേ ഇസ്കെ ബീച്ച് മേ ഫസ്ന നഹി ചാഹത്താ ഹൂം. എന്താണ്, ഞാൻ ഇതിൻ്റെ ഇടയിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് ഫസ്ന കേട്ടോ. മേം ഇസ്കെ ബീച്ച് മേ ഫസ്ന നഹി ചാഹത്താ ഹൂം. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ആ വാക്ക് കേട്ടോ, ഫസ്ന അല്ലെങ്കിൽ ഫസ് ഗയ എന്നുള്ളത്. ഓക്കെ, ഇനി ഫസാന എന്നാണെങ്കിലോ, ഫസാന എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പെടുത്തത്തില്ലയോ, അതിനെയാണ് കേട്ടോ, പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ഉസ്നെ മുജെ ഫസാലിയ, ഉസ്നെ മുജെ ഫസാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പെടുത്തി എന്ന് പറയുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ പെടുത്തുമല്ലോ, അതിനെ പറയുന്നതാണ് ഫസാന എന്ന വാക്ക് കേട്ടോ. ഉസ്നെ മുജെ ഫസായ അല്ലെങ്കിൽ ഫസാലിയ. ഇനി ഫസ്ന എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്ന മറ്റൊരു വാക്കാണ് അട്ടക്കിന. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, പതങ്ക് ഫസ് ഗയി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അട്ടഗയി എന്നും പറയാം നമുക്ക്. മേരി പതങ്ക് പേടുമേ അട്ടഗയി എന്നും പറയാം. അട്ടഗയി എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടുപോയി എന്നാണ്. ഇനി മേം ട്രാഫിക് മേം അട്ടഗയി അല്ലെങ്കിൽ അട്ടഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി
എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു സെന്റൻസ്, എൻ്റെ പാഴ്സൽ എവിടെയോ പെട്ടുപോയി. നമ്മൾ എന്തെങ്കിലും പാഴ്സലൊക്കെ ഓർഡർ ചെയ്ത് എവിടെയോ പെട്ടുപോയി എന്ന് പറയില്ലേ? ഓക്കെ, എൻ്റെ പാഴ്സൽ എവിടെയോ പെട്ടുപോയി. മേരാ പാഴ്സൽ കയ്യി എവിടെയോ എന്നാണ് കേട്ടോ. കയ്യി അട്ടക് ഗയാ ഹെ, മേരാ പാഴ്സൽ കയ്യി അട്ടക് ഗയാ ഹെ. മനസ്സിലായോ? അപ്പൊ ഇതാണ് അട്ടക്കന. ഇനി ബട്ടക്കന. ബട്ടക്കന എന്ന് പറയുന്നത് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് അതുപോലെ ഒരുപോലെയുള്ള വാക്കല്ല. ഫസ്ന അട്ടക്കന പോലെയല്ല. ബട്ടക്കന എന്ന് പറയുന്നത് നമ്മൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കത്തില്ലയോ, ഈ റോമിങ് ചെയ്യുക അല്ലെങ്കിൽ അലയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മൾ വഴി തെറ്റി അലഞ്ഞൊക്കെ പോകത്തില്ലയോ, അവിടെ ബട്ടക്കന എന്നാ പറയാ കേട്ടോ. ഇപ്പൊ നമ്മൾ പറയാണ് ഞങ്ങൾ ഇന്നലെ വഴി തെറ്റിപ്പോയി എന്ന് പറയത്തില്ലയോ. കൽഹം രാസ്ത ബട്ടഗൈ, കൽഹം രാസ്ത ബട്ടഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വഴി തെറ്റിപ്പോയി എന്ന് പറയുന്നതാ. ഇനിയിപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കത്തില്ലയോ, അതിന് ഇങ്ങനെ തന്നെയാ പറയുന്നത്. നൗക്കറിക്ക് തലാശ്മേം ഓ ബട്ടക് രഹാ ഹെ. നൗക്കറിക്ക് തലാശ്മേം, ജോബിന് വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തില, ജോബ് തിരഞ്ഞും കൊണ്ട് എന്നുള്ള അർത്ഥത്തില കേട്ടോ, തലാശ്. ഓക്കെ, നൗക്കറിക്ക് തലാശ്മേം ഓ ബട്ടക് രഹാ ഹെ, അലയുകയാണ് എന്ന് പറയുന്ന. അപ്പൊ ഇതാണ് ബട്ടക്കന. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അടുത്ത വാക്കാണ് ലട്ടക്കന. ലട്ടക്കന എന്നും പറയും, അല്ലെങ്കിൽ ടാങ്കിന എന്നും പറയും. ലട്ടക്കന, ടാങ്കിന, ചെറിയ ചെറിയ ഡിഫറൻസ് എല്ലാത്തിലും ഇല്ലയോ? അട്ടക്കന, ബട്ടക്കന, ലട്ടക്കന, അങ്ങനെയുണ്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് അർത്ഥം എന്തായാലും അറിഞ്ഞിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള കുറെ സെന്റൻസുകളാണ്, കുറെ വാക്കുകളാണ് കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ക്ലിയർ ആവും. അപ്പൊ ലട്ടക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്, ടു ഹാങ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇപ്പൊ ഈ ഷർട്ട് ഒന്ന് ആ ഹുക്കിൽ തൂക്കിയിടൂ എന്ന് പറയുകയാണെങ്കിൽ ഷർട്ട് കോ वो ഹുക്ക് പർ ലട്കായേം അല്ലെങ്കിൽ ലട്കാവോ എന്നാ പറയാം. തൂക്കിയിടൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷർട്ട് കോ वो ഹുക്ക് പർ ലട്കായേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഷർട്ടിനെ ആ ഹുക്കിൽ തൂക്കിയിടൂ എന്നാണ്. ഇനി അല്ലെങ്കിൽ തുണികളെല്ലാം ഉണക്കാനായിട്ട് നമ്മൾ പറയും അല്ലെ, തുണി ഉണക്കാനിടും. അവിടെ നമുക്ക് ഇങ്ങനെയും പറയാം, ടാങ്കോ എന്നും പറയാം കേട്ടോ. കപ്പടേക്കോ സുക്കാനെ കേലിയെ ടാങ്ക് ദേം അല്ലെങ്കിൽ ടാങ്കോ എന്നും പറയാം. എന്നുദ്ദേശിക്കുന്നത് എന്താണ്? തുണി ഉണക്കാനായിട്ട് കൊണ്ടേ ഇടൂ, ഹാങ് ചെയ്യൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പൊ ഈ രണ്ട് വാക്കിനും ഒരേ അർത്ഥമാണ് വരുന്നത്, ലട്ടക്കന അതുപോലെ തന്നെ ടാങ്കിന. ഓക്കെ, അടുത്തൊരു വാക്കാണ് ഫട്ടിന. ഫട്ടിന എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഫട്ടിന ബേഴ്സ്റ്റ് ചെയ്യില്ലേ, അതിനെയാണ് പറയുന്നത് ഫട്ടിന കേട്ടോ. ഇനിയിപ്പോ ഈ ബലൂൺ പൊട്ടി എന്നെങ്ങനെയാ പറയാ? ഏ ഗുബാര ഫട്ട് ഗയ, ഏ ഗുബാര ഫട്ട് ഗയ. ഗുബാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ. ഓക്കെ, ഫട്ട് ഗയ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏ കബീബി ഫട്ട് സക്താ ഹെ, ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഏ കബീബി ഫട്ട് സക്താ ഹെ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അതാണ് ഫട്ടിന. ഈ പൊട്ടിത്തെറിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിത്തെറിക്കത്തില്ലയോ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഈ പൊട്ടുക വരുന്നത് കേട്ടോ. ഇനി അതുകൂടാതെ തന്നെ ഇപ്പൊ ജനലിന്റെ ഗ്ലാസ് പൊട്ടി, ജനലിന്റെ ഗ്ലാസ്സിന് എന്താ പറയാ? ശീശ എന്നല്ലേ. ശീശ ടൂട്ടുകയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൂട്ടിന എന്നുള്ള വാക്കാ വന്നേ. ടൂട്ടിന എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. ഇപ്പൊ ചില്ല് ഗ്ലാസ് ഒക്കെ പൊട്ടത്തില്ലയോ, ഗ്ലാസ് ടൂട്ടുകയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ഫട്ടിനെയും ടൂട്ടിനെയും നമ്മളെ വ്യത്യാസം കേട്ടോ. ഇനി വളരെ സിമ്പിൾ ആയിട്ട് അധികം കൺഫ്യൂഷൻ തോന്നാത്ത കുറെ വാക്കാട്ടോ. മക്കാൻ. മക്കാൻ എന്ന് പറയുന്നത് ബിൽഡിങ്ങിനെയാണ്. ബിൽഡിങ്ങിനെ പറയുന്നത് മക്കാൻ എന്നാണ്. ഇപ്പൊ ബിൽഡിംഗ് അല്ല, നമ്മുടെ വീടിനെയും പറയും കേട്ടോ മക്കാൻ എന്ന്. ഓക്കെ, ഗർ എന്ന് പറയുന്നതിന് പകരം മക്കാൻ എന്ന് പറഞ്ഞാലും ഇതാണ് വീട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ മാലിക് എന്ന് പറയുന്നത് ഉടമസ്ഥനെയാണ്. ഇപ്പൊ മക്കാൻ മാലിക് എന്ന് പറഞ്ഞാൽ വീട്ടുടമ എന്നുള്ളതാണ് കേട്ടോ. ഏ ഹമാരെ മക്കാൻക്ക് മാലിക്കേ, ഇത് ഞങ്ങളുടെ മക്കാന്റെ മാലിക്കാണ്, ബിൽഡിങ്ങിന്റെ ഉടമസ്ഥനാണ് എന്ന് പറയുന്നതാണ്. അവിടെ ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മക്കാൻ എന്ന് പറയുന്നത് ബിൽഡിങ്ങും അതുപോലെ തന്നെ മാലിക് എന്ന് പറയുന്നത് ഉടമസ്ഥനുമാണ്. ഇനി മാലി എന്ന് പറയുന്നത് നമ്മുടെ ഈ തോട്ടപ്പണിക്കാരനെ ഉണ്ടല്ലോ, മാലിക്കോ ബുലാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടപ്പണിക്കാരനാണ്, തോട്ടക്കാരനെ വിളിക്കൂ എന്നുള്ളതാണ് കേട്ടോ. തോട്ടക്കാരനെ പറയുന്നത് മാലി എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ വീടൊക്കെ റെന്റിന് കൊടുക്കുമല്ലോ, ബിൽഡിംഗ് ഒക്കെ റെന്റിന് കൊടുക്കും അല്ലെ. അപ്പൊ ഈ റെന്റ് എന്ന വാക്ക് കിരായ എന്നാണ് ഹിന്ദിയിൽ, കിരായ. ഇപ്പൊ ഒരാൾ പറയണേ എന്റെ ബിൽഡിങ് വാടകയ്ക്ക് കാലിയാണ് വാടകയ്ക്ക് കൊടുക്കാൻ, അങ്ങനെ പറയുകയാണെങ്കിൽ മേര മക്കാൻ അല്ലെങ്കിൽ മേര ഘർ. ഓക്കെ, കിരായ കേലിയെ കാലി ഹെ, കിരായ കേലിയെ കാലി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? വാടകയ്ക്ക് കൊടുക്കാൻ കാലിയായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. എൻ്റെ വീട് കാലിയാണ്, അതാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വാടക എത്രയാ, എങ്ങനെ ചോദിക്കുക? കിരായ കിത്തന ഹെ, കിരായ കിത്തന ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
വാടക എത്രയാണ്. അപ്പൊ ഈ വാടക എന്ന വാക്കിനെ പറയുന്നത് കിരായ എന്നാണ്. ക്ലിക്കായോ? ഇനി അതുപോലെ ഒരു വാക്കാണ് മെഹ്മാൻ. മെഹ്മാൻ എന്ന് പറയുന്നത് അതിഥീനെയാണ് കേട്ടോ. ഗസ്റ്റ്, നമ്മുടെ വീട്ടിൽ അതിഥി ഉണ്ടെങ്കിൽ അത് ഹിന്ദിയിൽ അതിഥി എന്നും പറയും കേട്ടോ. അപ്പൊ മെഹ്മാൻ എന്നാണ് കേൾക്കുന്നതെങ്കിൽ അത് ഗസ്റ്റിനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ പറയാണ് എനിക്കിത് നേരത്തെ പോകണം, എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, നമ്മൾ പറയത്തില്ല. എങ്ങനെയാണ്? എനിക്കിത് നേരത്തെ പോകണം. ആജ് മുझे ജൽദി ജാനാ ഹെ, മേരെ ഘർ പർ മെഹ്മാൻ ഹെ. മനസ്സിലായില്ലേ? എനിക്കിത് നേരത്തെ പോകണം, മേരെ ഘർ പർ മെഹ്മാൻ ഹെ, എൻ്റെ വീട്ടിൽ അതിഥിയുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് മെഹ്മാൻ. ഇനി അതുപോലെ തന്നെ മേഹനത്ത്. മേഹനത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിശ്രമത്തിനെയാട്ടോ. ഇപ്പോൾ നമ്മൾ പറയാണ് കടി മേഹനത്ത് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് എന്നുള്ള അർത്ഥമാണ്. കടി മേഹനത്ത്. താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക് പറയത്തില്ലയോ? താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക് എങ്ങനെയാ പറയാ? ആക്കി കടി മെഹനത്ത് കെ ലിയേ, കടി മെഹനത്ത് കെ ലിയേ അങ്ങനെയാട്ടോ പറയാം. ആക്കി കടി മെഹനത്ത് കെ ലിയേ ധന്യവാദ്, താങ്ക് യു, അത്രേ ഉള്ളൂ. അതുപോലെ കടി മെഹനത്ത് കരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹാർഡ് വർക്ക് ചെയ്യൂ എന്നുള്ളതാണ്. കടി മെഹനത്ത് കരോ എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യൂ. ഇനി അതുപോലെ മെഹനത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഹനത്തി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലാണ്. ഓ ബഹുത് മെഹനത്തി ഹെ എന്ന് പറയുമ്പോൾ അവിടെ മെഹനത്ത്, ഇത് മെഹനത്തി ആ ചെയ്യുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. പരിശ്രമിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ്. മെഹനത്തി. ഓ ബഹുത് മെഹനത്തി ഹെ, അവൻ നല്ല കഠിനാധ്വാനിയാണ് എന്ന് പറയുന്നതാണ്. അതാണ് ഈ മെഹനത്തും മെഹനത്തി. ക്ലിയർ ആയോ? അടുത്തതാണ് കിസ്മത്ത്. കിസ്മത്ത് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വിധി അല്ലെങ്കിൽ ലക്ക്, ഭാഗ്യം ഇതൊക്കെ പറയും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ തലവര എന്നൊക്കെ പറയത്തില്ലയോ, ആ ഒരു വാക്കാണ് കിസ്മത്ത്. അവന്റെ തലവര നല്ലതാണ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ നാടൻ ശൈലിയിലൊക്കെ പറയാം അല്ലെ. അവന്റെ തലവര നല്ലതാണ് അല്ലെങ്കിൽ അവളുടെ തലവര നല്ലതാണ്. ഉസ്കി കിസ്മത്ത് ബഹുത് അച്ചി ഹെ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ വിധി എന്നും പറയാം അല്ലെ. ഉസ്കി കിസ്മത്ത് ബഹുത് അച്ചി ഹെ, അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ്. യേ മേരി കിസ്മത്ത്, യേ മേരി കിസ്മത്ത്, ഇതെന്റെ വിധിയാണ് എന്നൊക്കെ പറയാനാട്ടോ ഈ കിസ്മത്ത് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതുപോലെ രണ്ട് വാക്കുകളാണ് ബച്ചാന, ബജാന. ഇത് രണ്ടും പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബച്ചാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. ഇപ്പോ മുജെ ബച്ചാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ രക്ഷിക്കൂ എന്നാണ്. മുജെ ബച്ചാവോ, എന്നെ രക്ഷിക്കൂ. ഇനിയിപ്പോ രണ്ടർത്ഥത്തിൽ വരും. ബച്ച് ഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷപ്പെട്ടു. മേം ബച്ച് ഗയ. ഓർമ്മയിട്ടോ, ഞാനൊരു ആക്സിഡന്റിന്റെ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. നമ്മളെങ്ങനെ റോഡിൽ വണ്ടിയുടെ വട്ടം ചാടി പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുവാണ്. അപ്പൊ നമ്മൾ പറയും അല്ലെ, മേം ബച്ച് ഗയി, രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന കേട്ടോ. മേം ബച്ച് ഗയി അല്ലെങ്കിൽ ബച്ച് ഗയ. ഓക്കെ. ഇനി വേറൊരു അർത്ഥമുണ്ട് ബാക്കിയായി എന്ന് പറയുമ്പോൾ, ഭക്ഷണം ബാക്കിയായി എന്നൊക്കെ പറയത്തില്ലയോ, അവിടെ നമ്മൾ ഇത് തന്നെയാ പറയുന്നത് അല്ലെ. ഖാന ബച്ച് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭക്ഷണം ബാക്കിയായി എന്ന് പറയുന്നതാണ്. അതല്ലാതെ ബജാന എന്ന വാക്കുണ്ട്. അവിടെ ഈ ചായക്കും ജായ്ക്കുമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ബജാന, ബജാന എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കത്തില്ലയോ, പ്ലേ ചെയ്യുന്നില്ലേ, അതിനെയാ പറയുന്നത് കേട്ടോ. ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുമ്പോൾ അതിന് ബജാന എന്നാ പറയുന്നത്. ഓക്കെ. ഇപ്പൊ മേനെ പിയാനോ ബജാന സീഖ് ലിയ, എന്താണ്? ഞാൻ പിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലിൻ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് അല്ലെ, ബജാന സീഖ് ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. മേനെ പിയാനോ ബജാന സീഖ് ലിയ. ഇനി മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ കൈയടിക്കുക എന്നൊക്കെ പറയത്തില്ലയോ, താലി ബജാവോ എന്നാ പറയാ. താലി ബജാവോ എന്ന് പറയുന്നത് കൈയടിക്കുന്ന. ജോർസെ താലി ബജാവോ, ജോർസെ താലി ബജാവോ എന്ന് പറഞ്ഞാൽ ഉറക്കെ കൈയടിക്കൂ എന്ന് പറയുന്നതാ. അതാണ് ഇവിടെ ബജാന എന്ന് പറയുന്നത്. ക്ലിക്ക് ആയില്ലയോ? ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് കയറി വന്നൊരു വേർഡാണ് ഇത്. ബച്ചാന അതുപോലെ ബജാന. ഓക്കെ. അടുത്തൊരു വാക്കാണ് കഷ്ണം എന്ന് പറയില്ലേ നമ്മൾ, പീസ്. ടുക്കട എന്നാ പറയാ. ടുക്കട. ഇപ്പൊ നമ്മൾ പറയാണ് ഇതൊരു കഷ്ണം പേപ്പറിൽ എഴുതൂ. ഇസേ ഏക് കാഗസ് കെ ടുക്കടേ പർ ലിഖോ എന്ന് പറഞ്ഞാൽ എന്താ? ഇസേ ഏക് കാഗസ് കെ, കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ അല്ലേ. ടുക്കടേ പർ കഷ്ണത്തിൽ എഴുതൂ, ലിഖോ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ടുക്കട. അതുപോലെ തന്നെ ഞാനൊരു കഷ്ണം, ഒരു ചെറിയ കഷ്ണം കേക്ക് എടുത്തു എന്ന് പറയത്തില്ല, എങ്ങനെയാണ്? മെനെ കേക്ക ചോട്ട ഏക് ചോട്ട ടുക്കട ലിയ. മെനെ കേക്ക ഏക് ചോട്ട ടുക്കട ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ കഷ്ണം കേക്കിന്റെ പീസ് എടുത്തു എന്നുള്ളതാണ്. സോറി, രണ്ട് പീസും കഷ്ണവും വേണ്ടല്ലേ. ഓക്കെ. ഞാനൊരു ചെറിയ കഷ്ണം കേക്ക് എടുത്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് ടുക്കട എന്ന് പറയുന്നത്. മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ നസർ. നസർ എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടി എന്നൊക്കെ പറയത്തില്ല, നോട്ടം. അവന്റെ നോട്ടം ഇങ്ങോട്ടാണ് എങ്ങനെയാ പറയാ, അല്ലെങ്കിൽ അവളുടെ നോട്ടം ഇങ്ങോട്ടാണ്.
ഉസ്കി നസർ യഹാ ഹെ. ഉസ്കി നസർ യഹാ ഹെ. അവളുടെ നോട്ടം അല്ലെങ്കിൽ അവൻ്റെ നോട്ടം ഇങ്ങോട്ടാണെന്ന് പറയുന്ന. ഇനി നസർ ലഗ്ന എന്ന് പറയും. നമ്മൾ പറയത്തില്ലയോ കണ്ണ് കിട്ടി എന്ന് പറയില്ലേ? നസർ ലഗ്ഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു പറ്റി എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി ഒരുങ്ങി കെട്ടിയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തീരെ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ പറയുമല്ലേ കണ്ണ് കിട്ടി കാണും എന്നുള്ളത്. അതാണ് നസർ ലഗ്ന കേട്ടോ. ബേട്ടാ തുജെ നസർ ലഗ്ഗൈ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ നിനക്ക് കണ്ണ് കിട്ടി എന്നുള്ളതാണ്. അവിടെ ബേട്ട എന്ന് പറയുന്നത് നമ്മൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വിളിക്കാം കേട്ടോ. ബേട്ടി തന്നെ വിളിക്കണം എന്നില്ല. ഓക്കെ, ബേട്ട തുജെ നസർ ലഗ്ഗൈ ഹെ, നിനക്ക് കണ്ണ് കിട്ടി എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് നസർ, നസർ ലഗ്ന. ഓക്കെ, അടുത്തൊരു വാക്ക് ഷൈ എന്ന് പറയണേന് കേട്ടോ. ഷർമിള എന്ന് പറയാം. ഷർമിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈ എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഹീസ് വെരി ഷൈ എന്ന് പറയുന്നത് ഇവന് ഭയങ്കര നാണമാ എന്ന് പറയത്തില്ലയോ? യേ ബൗത്ത് ഷർമിള ഹെ എന്നാ പറയാം. യേ ബൗത്ത് ഷർമിള ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വലിയ നാണമാണ് എന്ന് പറയുന്ന. അല്ലെങ്കിൽ ശർമാവോ മത് എന്ന് പറഞ്ഞാൽ എന്താണ്? നാണിക്കണ്ട എന്നുള്ളതാണ്. നാണിക്കരുത് കേട്ടോ, നാണിക്കരുത്. ശർമാവോ മത്. അതുപോലെ ബെറ്റർ എന്ന് പറയില്ല നമ്മൾ, ബെറ്റർ അല്ലെങ്കിൽ ഗുഡ് എന്ന് പറയത്തില്ലയോ? അതിനെ പറയുന്നതാണ് ബെഹ്തർ. ബെഹ്തർ. ഇപ്പൊ അച്ഛ എന്നുള്ള വാക്കൊക്കെ ഉണ്ട് കേട്ടോ, അതല്ലാതെയുള്ള വാക്കാണ് ഞാൻ പറയുന്നത്. ബെഹ്തർ എന്ന് പറയുന്നത് ബെറ്റർ എന്നുള്ളതാണ്. ഇപ്പോൾ ആ സ്കൂളിനേക്കാളും നല്ലതാണ് ഇപ്പോൾ ഈ സ്കൂള്, നമ്മളിപ്പോൾ പോകുന്ന സ്കൂള് എന്ന് പറയത്തില്ലയോ? അതിങ്ങനെ പറയാം. ഏ സ്കൂൾ പിछले സ്കൂൾ സെ ബെഹ്തർ ഹെ. അവിടെ ബെറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഏ സ്കൂൾ പിछले സ്കൂൾ സെ ബെറ്റർ ഹെ. ക്ലിക്ക് ആയോ? ഓക്കെ, അടുത്തൊരു വേർഡാണ് കസൂർ. കസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖജൂർ എന്നൊരു വാക്ക് വേറെ ഉണ്ട് കേട്ടോ. ഖജൂർ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ്സിനെയാണ്. ഓക്കെ, ഡേറ്റ്സിനെ. പക്ഷെ കസൂർ എന്ന് പറയുന്നത് ഫോൾട്ടാണ്. ഇറ്റ്സ് യുവർ ഫോൾട്ട്, ഇത് നിന്റെ മിസ്റ്റേക്കാണ് എന്ന് പറയത്തില്ലയോ? അപ്പോൾ അവിടെ പറയുന്നത് ഏ തുമാര കസൂറേ, ഏ തുമാര കസൂറേ, ഇത് നിന്റെ മിസ്റ്റേക്കാണെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ എൻ്റെ മിസ്റ്റേക്ക് എന്താണ്? ഇസ്മേ മേരാ കസൂർ ക്യാ ഹേ. ഇസ്മേ മേരാ കസൂർ ക്യാ ഹേ. ഇതിൽ എൻ്റെ മിസ്റ്റേക്ക് എന്താണ് എന്ന് ചോദിക്കുന്ന. അപ്പോൾ അതാണ് കസൂർ എന്ന വാക്ക്. ഓക്കെ, ഇനി ഒന്ന് ലാസ്റ്റ് കേട്ടോ, ഉമ്മീദ്. ഉമ്മീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ, അതാണ് പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ എനിക്ക് പ്രതീക്ഷയില്ല, മുജെ ഉമ്മീദ് നെഹി ഹെ. എനിക്ക് പ്രതീക്ഷയില്ല, മുജെ ഉമ്മീദ് നെഹി ഹെ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, मैं उम्मीद करती हूँ आपको ये वीडियो समझ में आया होगा. क्लिक आया. मैं उम्मीद करती हूँ आपको यह वीडियो समझ में आया होगा. അപ്പോൾ വിട്ടേക്ക് കേട്ടോ മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് നിങ്ങൾ മറന്നു പോകരുത്. ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പിന്നെയും പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതുകൂടാതെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.